കേരളത്തിൻ്റെ സാമ്പത്തിക തകർച്ച മുഴുവനായും ചിത്രീകരിക്കുന്ന ഒരു ബജറ്റാണ് സർ ഇവിടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അവതരിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ബജറ്റ് നിർദ്ദേശങ്ങൾ എതിർക്കുകയാണ് സർ. കേരളത്തിൻ്റെ ധനപ്രതിസന്ധി എവിടം വരെ എത്തി എന്നുള്ളത് കാണിക്കാൻ 2016 ജൂണിൽ തോമസ് ഐസക് ഒരു ധവളപത്രം ഇറക്കിയിരുന്നു. എനിക്ക് ബഹുമാനപ്പെട്ട ഇപ്പോഴത്തെ ധനകാര്യമന്ത്രിയോട് പറയാനുള്ളത്, അങ്ങ് ഒരു പുതിയ ധവളപത്രം ഇറക്കണം. എങ്കിലേ ഈ പ്രതിസന്ധി മുഴുവൻ സൃഷ്ടിച്ചത് ഞാനല്ല, അത് തോമസ് ഐസക്കിൻ്റെ നയമായിരുന്നു എന്ന് സമൂഹത്തെ ബോധ്യപ്പെടുത്താൻ കഴിയൂ എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം അന്ന് UDF ഗവൺമെൻറ് 78 ലക്ഷത്തിൽ നിന്ന് 1.5 ലക്ഷം കോടിയായി പൊതുകടം വർദ്ധിപ്പിച്ചു എന്നായിരുന്നു ആ ധവളപത്രത്തിൽ പറഞ്ഞത്. എന്നാൽ ഇന്ന് അത് 4 ലക്ഷം കോടിയിലെത്തിച്ചത് ആരാണ് എന്നുള്ളത് ആ ധവളപത്രത്തിൽ ഒന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞാൽ നന്നാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, സൂര്യോദയ ബജറ്റ് എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. സർ, ഈ ബജറ്റിൽ 601 പാരഗ്രാഫുകളുണ്ട്. ആ പാരഗ്രാഫുകൾ മുഴുവൻ വായിച്ചിട്ട് എനിക്ക് ഒരു സൂര്യോദയം പോയിട്ട് ഒരു മിന്നാമിനിങ്ങിൻ്റെ വെട്ടം പോലും കാണാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഈ ബജറ്റിൻ്റെ ഏറ്റവും വലിയ അപജയമെന്ന് പറയുന്നത്. സർ, കഴിഞ്ഞ വർഷം ധനസമാഹരണത്തിന് വേണ്ടി ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നു. ജനങ്ങളെ മേൽ ഒരുപാട് നികുതികൾ അടിച്ചേൽപ്പിച്ചു. പെട്രോളിനും ഡീസലിനും ഇവിടെ അധിക സെസ് ചുമത്തി. കെട്ടിട നികുതി വർദ്ധിപ്പിച്ചു. ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിച്ചു. പെർമിറ്റിന് ഫീസ് വർദ്ധിപ്പിച്ചു. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചു. വെള്ളത്തിന് ചാർജ് വർദ്ധിപ്പിച്ചു. ഖനനത്തിൻ്റെ റോയൽറ്റി ഫീസ് വർദ്ധിപ്പിച്ചു. എന്നിട്ടും ക്ഷേമ പെൻഷൻ അടക്കം 6 മാസം കൊടുക്കാതെ തകർന്നു കിടക്കുന്ന, ഒന്നും ബാലൻസായിട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയാണ് ഇവിടെ വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ തന്നെ CAG അടക്കം CAG ഒരു വളരെ കാര്യമാത്ര പ്രസക്തമായിട്ടുള്ള വലിയൊരു തകരാർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. 2018 മുതൽ 2021 വരെ ലഭിച്ചതും എന്നാൽ വിതരണം ചെയ്തതുമായ തുകയിൽ 4478 കോടി രൂപ ഇവിടെ വ്യത്യാസമുണ്ട്. കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ടിൻ്റെ ഈ തുകയിൽ വലിയ വ്യത്യാസമുണ്ട് എന്ന് CAG വരെ ചൂണ്ടിക്കാണിക്കുന്നിടത്തേക്ക് നമ്മുടെ സാമ്പത്തികമായ തകർച്ചയുടെ ഒരു ചെറിയ ഒരു ഉദാഹരണം മാത്രമാണത്. കിഫ്ബി നേരിട്ട് വായ്പ എടുത്തത് 19,634 കോടി രൂപയാണ് ഇതുവരെയായിട്ട്. അതുപോലെ തന്നെ വിവിധ സെസ്സുകൾ വഴി കിഫ്ബിയിൽ നിന്ന്, കിഫ്ബി നമുക്കെല്ലാവർക്കും അറിയാം, നമുക്കെല്ലായിടത്തും ചില വീടുകളുടെ മുമ്പിൽ എഴുതി വെക്കുന്നത് കാണാം, ചില ദേവന്മാർ ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കാറുണ്ട്. എന്നാൽ ഈ ഗവൺമെൻറ്റിന് ആകെ പറയാനുള്ള എല്ലാ നേട്ടങ്ങളും കിഫ്ബിയുടെ നേട്ടങ്ങളാണ്. അപ്പം അതുകൊണ്ട് കിഫ്ബി പിണറായി ഗവൺമെൻറ്റിൻ്റെ ഐശ്വര്യം എന്ന് ഈ ഗവൺമെൻറ്റിന് മുമ്പിൽ, ഈ ഗവൺമെൻറ്റിൻ്റെ വാതിന് മുമ്പിൽ എഴുതി വെക്കേണ്ട ഒരു രീതിയിലാണ് കിഫ്ബിയെ കൊണ്ടുപോയിട്ടുള്ളത്. എന്തായാലും ശരി, ഈ കിഫ്ബിയാണ് ആകെയുള്ള എല്ലാറ്റിനുമുള്ള ആശ്രയം എന്ന് പറയുന്നത്. കിഫ്ബിയിൽ നിന്ന് ഇപ്പോൾ 19,634 കോടി രൂപ നേരിട്ടും അതുപോലെ തന്നെ വിവിധ സെസ്സുകളിൽ നിന്ന് 16,063 കോടി രൂപയും വായ്പ എടുത്തിട്ടുണ്ട്. എന്നാൽ കിഫ്ബി ഇതുവരെയായി ഇത് രണ്ടും കൂടി കൂട്ടിയാൽ 35,697 കോടി രൂപയാണ് കിഫ്ബിക്ക് ഇതുവരെയായിട്ട് ലഭ്യമായിട്ടുള്ള കണക്കെന്ന് പറയുന്നത്. എന്നാൽ കിഫ്ബി ഇതുവരെയായിട്ട് 82,383 കോടി രൂപയുടെ അനുമതി നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ബാക്കി ധനസമാഹരണം എവിടെ നിന്ന് കിട്ടുമെന്നാണ്. എല്ലാം ഏസ് കൊടുത്തു എന്നറിയില്ല, ഏതായാലും അപ്രൂവ് ചെയ്തു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതും വീണ്ടും കേരളത്തെ വീണ്ടും ഒരു കടക്കണിയിലേക്ക് കൊണ്ടുപോകും എന്ന് UDF ആ സമയത്ത് തന്നെ ആ സമയത്ത് ചൂണ്ടിക്കാണിച്ചതാണ്. ഈ സംസ്ഥാനത്തിൻ്റെ ധനബാധ്യത മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾ എവിടം വരെ എത്തി സർ? വലിയ ട്രഷറികൾ ഒരു ബില്ലും മാറുന്നില്ല. നമ്മുടെ കരാറുകാർ സമരത്തിലേക്ക് പോവുകയാണ്. 1,500 കോടി രൂപ PWD കരാറുകാർക്ക് മാത്രം കൊടുക്കാനുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ആശുപത്രികളിൽ മരുന്ന് വിതരണം തടസ്സപ്പെട്ട് കിടക്കുകയാണ്. JJ മിഷനിൽ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മാച്ചിങ് ഗ്രാൻഡ് ഉണ്ടായിട്ട് പോലും JJ മിഷനിൽ വർക്കുകൾ എടുക്കാൻ കരാറുകാർ വന്നെത്തുന്നില്ല. സ്കൂളുകളിൽ ഉച്ചഭക്ഷണം കൊടുക്കാത്ത അവസ്ഥയിലായി. സപ്ലൈകോയിൽ സാധനം കിട്ടുന്നില്ല. 1,454 കോടി രൂപയുടെ കുടിശ്ശിക സപ്ലൈകോക്കായിട്ട് കൊടുക്കാനുണ്ട്. തപാൽ വകുപ്പിന് പണം കൊടുക്കാത്തത് കാരണം ആളുകളെ ലൈസൻസ് RC ബുക്കുകളടക്കം അവർ വിതരണം ചെയ്യുന്നില്ല. MLA ഫണ്ടിലെ പ്രവൃത്തികൾക്ക് പോലും സമയാനുസൃതം AS ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, അത് എടുക്കാൻ പോലും ആളെ കിട്ടാത്തില്ല. കാരണം പണം കിട്ടുകയില്ല എന്നുള്ള തോന്നൽ കാരണം അത് എടുക്കാൻ പോലും ആളെ കിട്ടുന്നില്ല. MLA ഫണ്ടിൽ നിന്ന് 2021-22 നമ്മുടെ ആസ്തി വികസന ഫണ്ട് കട്ട് ചെയ്തുകൊണ്ട് ഓരോ
മണ്ഡലത്തിലും ഐസൊലേഷൻ വാർഡ് ഉണ്ടാക്കുമെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ ഇന്ന് ഐസൊലേഷൻ വാർഡുകളുടെ അവസ്ഥ എന്താണ് എന്ന് പോലും അറിയാത്തത്. 2 ഐസൊലേഷൻ ബ്ലോക്കുകൾ ഉണ്ടാക്കുമെന്നായിരുന്നു പറഞ്ഞത്. ഇന്ന് 2 പോയിട്ട് 1 പോലും ഇതുവരെയായിട്ട് പൂർത്തിയായിട്ടില്ല സർ. ആ രീതിയിലേക്കാണ് MLA ഫണ്ടിൻ്റെ അടക്കം അവസ്ഥ ഉള്ളത്. ഇനിയാണെങ്കിലോ കേരളത്തിൽ ഇപ്പോൾ ചില മണ്ഡലങ്ങളോട് UDFൻ്റെ MLAമാരുള്ള പ്രതിപക്ഷ MLAമാരുള്ള മണ്ഡലങ്ങളോട് ഒരു രീതി, ഭരണപക്ഷ MLAമാർക്കുള്ളവർക്ക് വേറെ രീതി. 12ഉം 15ഉം ലക്ഷം കോടി രൂപ ഓരോ ഭരണപക്ഷ MLAമാരുടെയും മണ്ഡലത്തിൽ കൊടുക്കുമ്പോൾ ഈ പ്രതിപക്ഷ MLAമാർക്ക് കൊടുക്കുന്നത് ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതാണ്. 5 കോടി രൂപയുടെ ഫണ്ടാണ് ഓരോ സ്ഥലത്തും കൊടുക്കുന്നത്. സർ, ഞാൻ മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടിയിൽ നിന്നാണ് സർ ഞാൻ വരുന്നത്. എല്ലാവർക്കും അറിയാം, ഈ മലപ്പുറം ജില്ല ഇതുമൂലം അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. ഇവിടെ സൂര്യോദയ ബജറ്റ് എന്ന് പലയിടത്തായി സൂചിപ്പിക്കപ്പെട്ടു. എന്നാൽ മലപ്പുറം ജില്ലയിലേക്ക് വന്നാൽ സർ, ഇത് സൂര്യഗ്രഹണ ബജറ്റാണ്. ചിലർ സൂര്യാസ്തമയ ബജറ്റാണെന്ന് പറയുന്നു. എന്നാൽ ഒരിക്കലും മലപ്പുറം ജില്ലയിൽ കാലാകാലം സൂര്യഗ്രഹണ ബജറ്റായി ഈ ബജറ്റ് മാറുകയാണ് സർ. മലപ്പുറം ജില്ലയിൽ മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉണ്ട് സർ. കേരളത്തിലെ മറ്റെല്ലാ മെഡിക്കൽ കോളേജും കാസർഗോട്ടുകാരും മലപ്പുറത്തെ പോലെ അതേ പരിഭവോടെ പറയുകയുണ്ടായി. എല്ലാ സ്ഥലത്തും സർ ഈ രീതിയിൽ മലപ്പുറം ജില്ല അവഗണിക്കപ്പെട്ടിരിക്കുന്നു. മഞ്ചേരി മെഡിക്കൽ കോളേജിൻ്റെ കാര്യം, കോഴിക്കോട് വിമാനത്താവളത്തിലേക്കുള്ള റോഡിൻ്റെ കാര്യം, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ജില്ലാ പഞ്ചായത്തിനുള്ള മെയിൻ്റനൻസ് ഗ്രാൻഡ് കുറച്ചിരിക്കുന്നു. വൈദ്യർ അക്കാഡമിക്കുള്ള ഗ്രാൻഡ് കുറച്ചിരിക്കുന്നു. 1 കോടിയിൽ നിന്ന് 25 ലക്ഷമായി ചുരുക്കിയിരിക്കുന്നു. ഇങ്ങനെ വിവിധങ്ങളായിട്ടുള്ള ഫണ്ടുകൾ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ അവിടെ ഭൂരിപക്ഷം UDFൻ്റെ MLAമാരായതുകൊണ്ട് തന്നെ അവിടെ മലപ്പുറം ജില്ലയിൽ ഒരു ഫണ്ടും വരാത്ത രീതിയിൽ കഴിഞ്ഞ വർഷം കോഴിക്കോട് വിമാനത്താവളത്തെ അവഗണിച്ചു. ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളൂ സർ, ഈ റൂസോയുടെ കൺഫെഷൻസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്, കുറ്റസമ്മതം. ആ റൂസോ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിട്ടുള്ള ഒട്ടനവധി അബദ്ധങ്ങൾ അദ്ദേഹം അതിൽ വിവരിക്കുകയാണ്. അത് മുഴുവൻ അദ്ദേഹം കുറ്റസമ്മതമായി ഒരു പുസ്തകമായിട്ട് പറയുന്നുണ്ട്. CPM ഈ 105 പേജാണ് ആ പുസ്തകമുള്ളത്. എന്നാൽ CPM 1000 പേജുള്ള പുസ്തകം ഇറക്കിയാലും അവർ ചെയ്തിരിക്കുന്ന കുറ്റസമ്മതങ്ങൾ അത്ര അധികം എടുത്തു പറയാനുണ്ട്. നയത്തിന്റെ കാര്യത്തിൽ സ്വകാര്യ മൂലധനത്തെ എതിർത്താണ് അവർ. ADB സമരം, ഗെയിൽ പൈപ്പ് ലൈൻ, സ്വകാര്യ വിദ്യാഭ്യാസം പറ്റില്ലെന്ന് പറഞ്ഞു ബഹുമാനപ്പെട്ട മന്ത്രി അടക്കം. ആ രീതിയിലാണ്. ജലീലിനോട് ഒറ്റ കാര്യമേ പറയാനുള്ളൂ. KT ജലീൽ ഇങ്ങോട്ട് ചൂണ്ടിയിട്ടാണ് അദ്ദേഹം പറഞ്ഞത്, ലീഗുകാർ ഉത്തരം പറയണം. ഒറ്റ കാര്യമേ പറയാനുള്ളൂ, ജലീൽ സ്വന്തം നെഞ്ചത്തേക്ക് ചൂണ്ടിയിട്ട് ചോദിച്ചാൽ അതിനൊക്കെ ഉത്തരം കിട്ടും എന്ന് മാത്രം സൂചിപ്പിക്കുകയാണ്. ഇവിടെ RSSനെ വളർത്തിയ ഞാൻ ഈ ബജറ്റിനെ എതിർക്കുന്നു സർ.